ഒരു കാരണവശാലും വെള്ളത്തിൽ ഒരാൾ മുങ്ങിത്താഴ്ന്നു കണ്ടാൽ എടുത്ത് ചാടരുത്. കാരണം നിങ്ങളിൽ പല ആളുകളും ധരിച്ചു വെച്ചിട്ടുണ്ടാവും നീന്തൽ അറിയാം, അതുകൊണ്ട് ചാടി ഇറങ്ങി ഒരു ജീവൻ രക്ഷപ്പെടുത്താം എന്ന് വിചാരിച്ച് ഓടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാവും. മുങ്ങിത്താഴ്ന്ന ആൾ നിങ്ങളെ പിടിക്കും. നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ 3 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് അവനെ കരക്കി എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേർ വെള്ളത്തിനടിയിലോട്ട് പോയി മുങ്ങി മരിക്കും. നമുക്ക് ഭക്ഷണം കഴിക്കാതെ വേണമെങ്കിൽ 30 ദിവസം ജീവിക്കാം. പക്ഷെ ശ്വാസം എടുക്കാതെ 3 മിനിറ്റിൽ കൂടുതൽ ഒരാൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. ഇപ്പൊ ഇദ്ദേഹം ഇവിടെ വെള്ളത്തിൽ മുങ്ങി താഴെന്ന് വിചാരിക്കുക. നമ്മള് മുന്നിൽ കൂടെ ഫ്രണ്ടിൽ കൂടെ നീന്തി ഇയാളെ രക്ഷപ്പെടുത്താൻ പോയാൽ, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ രക്ഷപ്പെടുത്താൻ ഞാൻ എന്ത് ചെയ്യും? ഇയാളെ മുക്കി താഴ്ത്തും. എന്നിട്ട് ഞാൻ മേലോട്ട് പൊന്താൻ ശ്രമിക്കും. ഒരാൾ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അയാളെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തേണ്ടത്, എന്തൊക്കെയാണ് മുൻകരുതൽ എടുക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. ബാക്ക് സ്ട്രോക്ക്, പിറകിലോട്ട് നന്നായി നീന്താൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ജീവനോടുകൂടി ഒരാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റൂ. ഇത് നേരിട്ട് കാണുന്ന ആൾക്ക്, വെള്ളത്തിൽ ഒരാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ അത് ലൈവായിട്ട് ആരാണോ നേരിൽ കാണുന്നത് അവർക്ക് മാത്രമേ ജീവനോടെ രക്ഷപ്പെടുത്താൻ പറ്റൂ. അത് 3 മിനിറ്റിനുള്ളിൽ ക്രിയാത്മകമായി ഇടപെട്ടാൽ മാത്രമാണ് ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിയും. അല്ലെങ്കിൽ 3 മിനിറ്റിനകത്ത് അദ്ദേഹം അൺകോൺഷ്യസ്. അത് ആരായാലും, എത്ര സ്വിമ്മർ ആണെങ്കിൽ പോലും, എത്ര ശക്തിയുള്ള ആളാണെങ്കിലും കായികമായിട്ട് ബലമുള്ള ആളാണെങ്കിലും 3 മിനിറ്റ് കഴിയുമ്പോൾ ശ്വാസം കിട്ടാതെ 3 മിനിറ്റ് സമയം വെള്ളത്തിനകത്ത് മുങ്ങിപ്പോയാൽ അൺകോൺഷ്യസ് ആവും. അടുത്ത 6 മുതൽ 9 മിനിറ്റിൽ മസ്തിഷ്ക മരണം സംഭവിക്കും. അപ്പോൾ ഈ 3 മിനിറ്റിനുള്ളിൽ ആളെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു കാരണവശാലും എടുത്ത് ചാടരുത്. വെള്ളത്തിലകപ്പെട്ട ആളുടെ അടുത്തേക്ക് നേരിട്ട് നീന്തിപ്പോയിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് റെസ്ക്യൂറിൻ്റെ ജീവൻ അപകടത്തിലാക്കും. അപ്പം അത് ഒഴിവാക്കിക്കൊണ്ട് ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പ് ഒന്നും നടത്തുന്നില്ലെങ്കിൽ മാത്രമേ നേരിട്ട് ഇറങ്ങിച്ചെന്ന് രക്ഷപ്പെടുത്താൻ പറ്റൂ. അതും പിറകുവശത്ത് കൂടെ മാത്രം പോയിട്ട് ഒരാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കേണ്ടത്. ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഷൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രദേശത്തുള്ള ആളുകളുടെയൊക്കെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി ഉച്ചത്തിൽ നിലവിളിക്കുകയോ അല്ലെങ്കിൽ സിഗ്നലുകൾ കാണിക്കുകയോ അലേർട്ട് ചെയ്യിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആദ്യത്തെ. പബ്ലിക്കിൻ്റെ ഒരു അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് റീച്ച് എന്ന മെത്തേഡാണ്. റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിപ്പിടിക്കാൻ പാകത്തിലൊരു വസ്തു നീട്ടിക്കൊടുക്കുക. അതൊരു വടിയാവാം, അല്ലെങ്കിൽ ഒരു കയറാവാം, അല്ലെങ്കിൽ ഒരു തുണിയാവാം, അല്ലെങ്കിൽ ഒരു സാരിയോ ലുങ്കിയോ എന്തെങ്കിലും ആവാം. ഒരു 5-6 മീറ്റർ നീളമുള്ള ഒരു സാധനം ഒരു തൊട്ടടുത്ത് തന്നെയാണ് മുങ്ങി താഴ്ന്നതെങ്കിൽ നമ്മൾ അങ്ങോട്ട് റീച്ച് ചെയ്യുക, എത്തിച്ചു കൊടുക്കുക. അതിനകത്ത് പിടിച്ച് ആളെ വലിച്ച് അങ്ങോട്ട് കയറ്റുക എന്നുള്ളതാണ്. അടുത്ത ടെക്നിക്ക് പറഞ്ഞാൽ ത്രോ ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഫ്ലോട്ടിംഗ് ഡിവൈസ്, വെള്ളത്തിൽ പൊന്തിക്കിടക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഫ്ലോട്ടിംഗ് ഡിവൈസ് മുങ്ങി താഴ്ന്ന ആളുടെ അരികിലേക്ക് എറിഞ്ഞു കൊടുക്കുക. അത് ലൈഫ് ജാക്കറ്റ് ആവാം, ലൈഫ് ബോയ് ആവാം, ഇംപ്രവൈസ്ഡ് ഫ്ലോട്ടിംഗ് ഡിവൈസ് ആവാം, അല്ലെങ്കിൽ പിന്നെ ബോട്ടിൽ ജാക്കറ്റ് ആവാം, ഒരു ക്യാൻ ആവാം, കന്നാസ് ആവാം, എന്തെങ്കിലും ഒരു പാഴ്വസ്തു വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന ഒരു തെർമോക്കോളോ അല്ലെങ്കിൽ ഒരു റബ്ബറിൻ്റെ ട്യൂബോ എന്തെങ്കിലും ആവാം. അപ്പോൾ അതിനകത്ത് പിടിച്ചുകൊണ്ട് അയാൾ നിന്നോളും. പിന്നീട് നമുക്ക് സാവധാനത്തിൽ ആളെ പോയി രക്ഷപ്പെടുത്താം. അടുത്തത് എന്ന് പറയുന്നത് പിന്നെ വെയ്ഡ് എന്നുള്ള മെത്തേഡാണ്. അതായത് വട ഉപയോഗിച്ച് കെട്ടിക്കൊണ്ട് ആളുടെ അടുത്തേ പോയി ആളെ വലിച്ചിങ്ങോട്ട് കയറ്റുക എന്നുള്ളതാണ്. അപ്പോഴും രക്ഷാപ്രവർത്തന സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് റോ, അതായത് തുഴഞ്ഞെടുത്ത് പോകാൻ എന്തെങ്കിലും ഒരു ഉപകരണം ഉണ്ടെങ്കിൽ, ഒരു വഞ്ചിയോ അല്ലെങ്കിൽ ഒരു ബോട്ടോ അല്ലെങ്കിൽ ഒരു കൊച്ചു വള്ളമോ അല്ലെങ്കിൽ ഒരു റബ്ബറിൻ്റെ ഡിങ്കിയോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനകത്ത് കയറുക, നേരെ മുങ്ങിത്താഴ്ന്ന ആളുടെ അടുത്ത് പെട്ടെന്ന് തുഴഞ്ഞു പോവുക, ആളെ ആ റബ്ബർ ഡിങ്കിക്കകത്തോ അല്ലെങ്കിൽ ആ ബോട്ടിനകത്തോ ആ വള്ളത്തിനകത്തോ വലിച്ചു കയറ്റുക എന്നുള്ളതാണ്. ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ് നീന്തിപ്പോയിട്ട് രക്ഷാപ്രവർത്തനത്തിന് പോകുക എന്നുള്ളത്. നീന്തിപ്പോയി രക്ഷാപ്രവർത്തനത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിറകുവശത്ത് കൂടെ മാത്രം പോവുക. പിറകുവശത്ത് കൂടെ മാത്രം പോയിട്ട് ബാക്ക് സ്ട്രോക്ക് നന്നായി നീന്താൻ അറിയുന്നവർക്ക് മാത്രമേ ലൈവായിട്ട് ജീവനോടുകൂടി ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നുള്ളത് മനസ്സിലാക്കുക. പുറകിലൂടെ പിടിക്കേണ്ട ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വെള്ളത്തിലൊരാൾ മുങ്ങിത്താഴുകയാണെങ്കിൽ നമ്മൾ പിറകുവശത്ത് കൂടെ പോയിട്ട് ആളുടെ കഴുത്തിൻ്റെ ഭാഗത്ത് വലത് കൈ ഉപയോഗിച്ചുകൊണ്ട് നേരെ മേലോട്ട് ഉയർത്തുക. കഴുത്തിൻ്റെ മേലോട്ട് ഉയർത്തുന്നതിനെന്ന് വെച്ചാൽ, ഒന്ന് ഇയാൾ നമ്മളെ പിടിക്കാതിരിക്കാൻ, കയറി പിടിച്ച് നമ്മളെ കൺട്രോൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിറകുവശത്ത് കൂടെ പോകുന്നത്. കാരണം ഇയാൾ പരിഭ്രാന്തരായിട്ട് ശ്വാസം മുട്ടിയിട്ട് ഇയാളെ ശ്വാസം എടുക്കാൻ കഴിയാതെ പരിഭ്രമിച്ച് നിൽക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അയാളെ കയറി പിടിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി പിറകുവശത്തെ കൂടെ പോകുന്നു. നമ്മുടെ ബാലൻസ് നഷ്ടപ്പെടാതിരിക്കാൻ വലത്തെ കൈ ഉപയോഗിച്ച് കഴുത്ത് മേലോട്ട് പൊക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൂക്കും വായും ജലത്തിൻ്റെ ഉപരിതലത്തിൽ വരും. ഇയാൾക്ക് സാവധാനത്തിൽ ശ്വസിക്കാൻ കഴിയും. ഇയാൾ ശാന്തനായി രക്ഷാപ്രവർത്തനോട് സഹകരിക്കും. എന്നതിന് ശേഷം നമ്മൾ ഇയാളുടെ ബോഡി വെയിറ്റ് ശരീരത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ബാക്കിലോട്ട് ഒരു കൈ ഉപയോഗിച്ച് ബാക്ക് സ്ട്രോക്ക് നീന്തിയിട്ട് വേണം കരയിലോട്ട് പോകാൻ. ഇത് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള രക്ഷാപ്രവർത്തനമായിട്ട് ഈ ജലാശയങ്ങളിലെ പിന്നെ അപകടങ്ങളിൽ കണക്കാക്കുന്നത്. രക്ഷാപ്രവർത്തന ജീവൻ തന്നെ അപകടത്തിലാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇത് റെസ്ക്യൂ വർക്കിൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ളൊരു വർക്കാണ് ജീവനോടെ വെള്ളത്തിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. ഓക്കെ സാർ, ഈ മുടി പിടിച്ച് വലിക്കുക, സാരി കൊടുക്കുക, അങ്ങനെയുള്ള സാരി പിടിച്ച് വലിക്കുക, അങ്ങനെയുള്ളത് ചെയ്യാൻ പറ്റുമോ? മുടിയിൽ പിടിച്ച് ബോധം ഉള്ള ഒരാൾക്കാണെങ്കിൽ നമ്മൾ റീച്ച് എന്ന മെത്തേഡിൽ കൂടെ നേരത്തെ പറഞ്ഞ പോലെ മുടിയിൽ കൈ കൊടുത്ത് വലിച്ചു കയറ്റാം. വടി ഉപയോഗിച്ചോ സാരി ഉപയോഗിച്ചോ എന്തെങ്കിലും വള്ളിപ്പടർപ്പോ അല്ലെങ്കിൽ റോപ്പോ ഉപയോഗിച്ച് അദ്ദേഹത്തെ പിടിച്ച് വലിച്ച് കയറ്റാം.
അബോധാവസ്ഥയിലുള്ള ആളാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ വേണമെങ്കിലും വലിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഉടനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, എത്രയും പെട്ടെന്ന് എമർജൻസി മെഡിക്കൽ സർവീസിൽ അറിയിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഫസ്റ്റ് എയ്ഡ് CPR ആണ് കൊടുക്കേണ്ടത്. CPR കൊടുക്കുന്നത് വെച്ചാൽ വെള്ളത്തിൽ വീഴുന്നൊരു കേസാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ബ്രീത്താണ് കൊടുക്കേണ്ടത്. ശരീരത്തിലെ, അതായത് വയറിനകത്തുള്ള വെള്ളം ലെൻസിനകത്ത് കയറിയിട്ടുള്ള സ്റ്റമക്കിലുള്ള വെള്ളം ഔട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചരിച്ച് കിടത്തിയിട്ടോ അല്ലെങ്കിൽ കമഴ്ത്തി കിടത്തിയിട്ടോ വയറിൻ്റെ ഭാഗത്ത് പ്രഷർ കൊടുത്ത് വെള്ളത്തിന് ഔട്ട് ചെയ്യുന്നതിന് ശേഷം എന്നിട്ട് നിരപ്പായ സ്ഥലത്ത് കിടക്കുക. അയാൾ ബ്രീത്ത് എടുക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അയാളുടെ പൾസ് ചെക്ക് ചെയ്യുക. ഇത് രണ്ടും ആബ്സെൻ്റ് ആണെങ്കിൽ ഉടനെ തന്നെ CPR സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം 5 ബ്രീത്ത് കൊടുക്കുക. വെള്ളത്തിൽ വീണ ആൾക്ക് ആദ്യം 5 ബ്രീത്താണ് കൊടുക്കേണ്ടത്. അത് മൗത്ത് ടു മൗത്ത് ബ്രീത്ത് കൊടുക്കാം. മൗത്ത് ടു മൗത്ത് ബ്രീത്ത് കൊടുക്കുന്ന സമയത്ത് റെസ്ക്യൂറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു മാസ്കോ അല്ലെങ്കിൽ ഒരു തൂവാലിയോ കർച്ചഫോ എന്തെങ്കിലും വായിക്കകത്ത് വെച്ചതിന് ശേഷം മൂക്കടച്ച് പിടിച്ചതിന് ശേഷം ശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ലെൻസിലോട്ട്, വായിലോട്ട് നന്നായി ഊതി കൊടുക്കുക. ഒരു 5 ബ്രീത്ത് കൊടുക്കുക. എന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വാരിയിൽ അവസാനിക്കുന്ന പോയിന്റായ സ്റ്റെർണം എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നമ്മുടെ മാസ്റ്റർ ഹാൻഡ് വെച്ചുകൊണ്ട് 2 കൈകളും വെച്ചുകൊണ്ട് 30 കംപ്രഷൻ, ഒരു 5 സെൻറ്റിമീറ്ററെങ്കിലും വാരിയൽ താഴത്തക്ക രീതിയിൽ 30 കംപ്രഷൻ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക. വീണ്ടും 5 ബ്രീത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇത് 1 മിനിറ്റിൽ 100 തവണ ചെയ്യുക. ഒരു മിനിറ്റിനകത്ത് 5 സൈക്കിളായിട്ട് 100 തവണയെങ്കിലും ചെയ്യണം. ബോധം വരുന്നത് വരെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നവരെയോ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് CPR, ഇതിനകത്ത് കൊടുക്കുന്ന CPR. ഓക്കെ. അപ്പോൾ ഇപ്പോൾ വെള്ളത്തിൽപ്പെടുന്ന അപകട മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ വെള്ളത്തിൽപ്പെട്ട രക്ഷപ്പെടുത്താം, അതുപോലെ CPR എല്ലാം എങ്ങനെ കൊടുക്കാം എന്നുള്ളത് നമുക്ക് കണ്ണദാസൻ സാർ, അതായത് ഫയർ ആൻഡ് റെസ്ക്യൂലെ ഓഫീസറാണ്. അപ്പോൾ സാർ പറഞ്ഞു തന്നു. സാർ